സംസ്ഥാനത്ത് വീണ്ടും ഓൺലൈൻ തട്ടിപ്പ്. IT പ്രൊഫഷണലായ ഉള്ളൂർ സ്വദേശിനിക്ക് പണം നഷ്ടമായി. തട്ടിപ്പ് കോളുകൾ വ്യാപകമെന്ന് ബാങ്ക് അധികൃതരും സ്ഥിരീകരിച്ചു. ദിനകർ ചേർന്നുണ്ട് വിവരങ്ങളുമായി. ദിനകർ, എന്താണ് സംഭവം? സൗമ്യ, ഇന്ന് രാവിലെയാണ് സംഭവം. SBT SBI ലയനത്തിന്റെ മറവിലാണ് ഇത്തരം തട്ടിപ്പ് നടന്നിരിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. രാവിലെ തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശിനിയും IT പ്രൊഫഷണലുമായ യുവതിക്കാണ് 20,000 രൂപ നഷ്ടമായത്. ഇന്ന് രാവിലെ മുംബൈയിൽ നിന്നും ഒരു കോൾ ഇവരുടെ മൊബൈലിലേക്ക് എത്തുകയായിരുന്നു. ബാങ്കിന്റെ ആവശ്യത്തിലേക്ക് ATM നമ്പർ നൽകണമെന്നായിരുന്നു ഇവർ ആവശ്യപ്പെട്ടത്. യുവതി ഇത് വിശ്വസിച്ച് നമ്പർ കൊടുക്കുകയും ഏതാണ്ട് 10 മിനിറ്റിന് ശേഷം മൊബൈലിലേക്ക് 20,000 രൂപ നഷ്ടപ്പെട്ടതായി SMS എത്തുകയുമായിരുന്നു. ഓൺലൈൻ പർച്ചേസ് ചെയ്യുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ച് യുവതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ അല്പസമയത്തിനകം പരാതി നൽകും. ബാങ്ക് പോങ്ങുമൂട് SBI ശാഖയുമായി ബന്ധപ്പെട്ടപ്പോൾ ഇത്തരത്തിൽ നിരവധി കോളുകൾ തങ്ങൾക്ക് വന്നിരുന്നു എന്ന് അവർ വ്യക്തമാക്കുന്നു. പല കസ്റ്റമേഴ്സും ബാങ്കിലേക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. ബോംബെയിൽ നിന്നും തങ്ങൾക്ക് കോൾ വന്നിട്ടുണ്ട്, ATM കാർഡിന്റെ നമ്പർ നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു കോളുകൾ ഏറെയും വന്നത് എന്നും അവർ വിശദീകരിക്കുന്നു. ഏതാണ്ട് 50ഓളം കോളുകൾ ഇത്തരത്തിൽ ഉപഭോക്താക്കൾ ബാങ്കിലേക്ക് വിളിച്ചു ചോദിച്ചതായിട്ടാണ് ബാങ്ക് അധികൃതരും വ്യക്തമാക്കുന്നത്. ഇതിനർത്ഥം ഇത്തരത്തിൽ നിരവധി പേരെ തട്ടിപ്പിന് വേണ്ടി തട്ടിപ്പുകാർ വിളിച്ചിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. സ്വാഭാവികമായും ഇത് ഒരു മുൻകരുതൽ എന്ന് തന്നെയാണ്. കാരണം ഇത്തരത്തിൽ നിരവധി തട്ടിപ്പുകൾ അരങ്ങേറാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇത് ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. ഇത്തരത്തിൽ യുവതിക്ക് 20,000 രൂപ നഷ്ടപ്പെട്ടത്. ഇതിനു മുൻപും ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് നിന്നും പല ബാങ്കുകളിൽ നിന്നും പണം ഇത്തരത്തിൽ നഷ്ടമായിട്ടുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. സൗമ്യ, ദിനകറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. മഹാരാഷ്ട്രയിൽ 8 വിദ്യാർത്ഥികൾ കടലിൽ മുങ്ങി മരിച്ചു. സിന്ധുദുർഗയിലെ റൈറി ബീച്ചിലാണ് അപകടം. കർണാടകയിൽ നിന്ന് വിനോദയാത്രയ്ക്ക് പോയവരാണ് മരിച്ചത്. ഭരണപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമാക്കുന്നത് മുന്നണി മര്യാദകളുടെ ലംഘനമെന്ന് കോടിയേരി. ശത്രുക്കൾക്ക് മുതലെടുക്കുന്ന സാഹചര്യം ഘടകകക്ഷികൾ ഉണ്ടാക്കരുത്. കാലത്തെ ഉപയോഗപ്പെടുത്താൻ പ്രതിപക്ഷം ശ്രമിക്കുന്നെന്നും കോടിയേരി കോഴിക്കോട് പറഞ്ഞു. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം നടത്തിയ വിമർശനങ്ങൾക്ക് എണ്ണി മറുപടി പറഞ്ഞാണ് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനം നടത്തിയത്. ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ കേന്ദ്ര സർക്കാരും സംസ്ഥാനത്തെ പ്രതിപക്ഷവും ശ്രമിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഇടതുപക്ഷ ഐക്യത്തെ ദുർബലപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഘടകകക്ഷിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ശരിയല്ലെന്ന് കോടിയേരി പറഞ്ഞു. രാഷ്ട്രീയപരമായും നയപരമായും ഒക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ ഭരണത്തിലിരിക്കുന്ന പാർട്ടി ഭരണപരമായ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം പരസ്യമായി പ്രകടിപ്പിക്കുന്നത് ഭരണ നടപടികളെ ദുർബലപ്പെടുത്തുമെന്നും കോടിയേരി വ്യക്തമാക്കി. പ്രതിപക്ഷത്തിന് ആയുധം കൊടുക്കുന്ന നടപടികൾ ഒഴിവാക്കണമെന്നും കോടിയേരി പറഞ്ഞു. പ്രതികരണങ്ങളും എതിരഭിപ്രായങ്ങളും പ്രകടിപ്പിച്ചു പോകുന്നത് അത് മുന്നണിയുടെ കെട്ടുറപ്പിനെ പ്രതികൂലമായി ബാധിക്കും. ശത്രുവർഗത്തിന് ഒരവസരം കിട്ടുമെന്നുള്ള നിലയിലുള്ള ഒരു ഇതും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല എന്നതാണ് ഈ കാര്യത്തിൽ CPMന്റെ നിലപാട്. CPIMനേക്കാൾ 10 വർഷത്തെ ഭരണപരിചയം കൂടുതൽ CPIക്കുണ്ടെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിക്കും സർക്കാരിനും മുതലാളിയുടെ ഭാഷയില്ല. ട്രേഡ് യൂണിയൻ നേതാവായിരുന്നതുകൊണ്ടായിരിക്കാം കാനം രാജേന്ദ്രൻ മുതലാളി പ്രയോഗം നടത്തിയതെന്നും കോടിയേരി പറഞ്ഞു. എല്ലാ പാർട്ടികൾക്കും തുല്യ പരിഗണന കൊടുക്കുന്ന മുന്നണിയാണ് LDF എന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. കണ്ണൂരിൽ നിന്നും PV കുട്ടൻ. മൂന്നാറിൽ കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള സബ് കളക്ടറുടെ നീക്കത്തിനൊപ്പമാണ് CPIM എന്ന് കോടിയേരി. പോലീസിനെ കൂട്ടിപ്പോയാൽ സംഘർഷം ഒഴിവാക്കാമായിരുന്നുവെന്നും കോടിയേരി പറഞ്ഞു. ഇപ്പോൾ അവിടെ കുറെ എക്സ് മിലിറ്ററിക്കാരെ ചേർത്ത് ഒരു സംരക്ഷണ സേന ഉണ്ടാക്കിയതായിട്ടാണ് അറിയുന്നത്. ആ സംരക്ഷണ സേനയും കൊണ്ടാണ് ഈ സബ് കളക്ടർ അവിടെ പോയത്. അവരുമായിട്ടാണ് അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾ സംഘർഷം ഏർപ്പെടുന്ന അവസ്ഥയുണ്ടായത്. അത് നിയമാനുസൃതമായി തന്നെ ഒഴിപ്പിക്കൽ നടപടി സ്വീകരിക്കുകയാണ് അവിടെ വേണ്ടത്. സബ് കളക്ടർ ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് പോലീസിനെ മുൻകൂട്ടി അറിയിച്ച് പോലീസ് പാർട്ടിയോട് കൂടി പോയി ഇടപെട്ടാൽ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളെല്ലാം ഒഴിവാക്കാൻ സാധിക്കും. ജിഷ്ണു കേസിലെ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ച നടപടി ഹൈക്കോടതി പുനഃപരിശോധിക്കണമെന്നും ജിഷ്ണു കേസിൽ സർക്കാരിന് വീഴ്ചയുണ്ടായിട്ടില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കേരളത്തിലൊരു സർക്കാർ ആദ്യമായിട്ടാണ് സ്വാശ്രയ മാനേജ്മെന്റുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നത്. പിണറായി വിജയൻ സർക്കാരാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്വാശ്രയ മാനേജ്മെന്റിനെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്ന അവസ്ഥ ഇവിടെ ഉണ്ടായത്. ഈ കാര്യത്തിൽ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ജിഷ്ണുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് ഗവൺമെൻറ് നില ഉറപ്പിച്ചത്. സാധ്യമാകുന്ന എല്ലാ സഹായവും ആ കുടുംബത്തിന് ചെയ്തു കൊടുക്കണം
എന്ന ആത്മാർത്ഥമായ നിലപാടാണ് ഗവൺമെൻറ് ആ പ്രശ്നത്തിൽ സ്വീകരിച്ച സമീപനം. ഹൈക്കോടതി ജാമ്യം കൊടുത്തതിൻ്റെ പേരിൽ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുന്ന സമീപനം എടുക്കുന്നത് അത് വസ്തുതകൾ ശരിയായ നിലയിൽ മനസ്സിലാക്കാതെയുള്ള ഒരു വിമർശനമാണ്. കോടിയേരി പറഞ്ഞത് സ്വാഗതാർഹമെന്ന് കാനം രാജേന്ദ്രൻ. ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾ പ്രതിപക്ഷത്തിന്റെ ആയുധമാകരുത് എന്നാണ് CPIയുടെയും നിലപാടെന്നും കാനം പറഞ്ഞു. അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നും കാനം രാജേന്ദ്രൻ പ്രതികരിച്ചു. ഭരണത്തിന്റെ കാര്യത്തിലാണെങ്കിലും പൊതുരാഷ്ട്രീയത്തിന്റെ കാര്യത്തിലാണെങ്കിലും ചർച്ചകളിലൂടെ സമവായവുമായി മുന്നോട്ട് പോകാം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ പ്രശ്നങ്ങൾ തന്നെയാണ് പരസ്പരം ചർച്ച ചെയ്തും കൂടിയാലോചിച്ചും മുന്നോട്ട് കൊണ്ടുപോകുക എന്ന വിഷയം തന്നെയാണ് ഞങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ നിലപാടിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇനി അതിൻ്റെ വിശദാംശങ്ങളിൽ ഞങ്ങൾ തമ്മിൽ യോജിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചർച്ചകളിൽ കൂടി ഞങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകും. ഭരണത്തിലെ വീഴ്ചകൾ മുന്നണിക്കകത്തുള്ളവരോ പുറത്തുള്ളവരോ ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താൻ തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പരസ്പരം പഴിചാരുന്ന നിലപാട് അപലപനീയമെന്നും ചെന്നിത്തല ദില്ലിയിൽ പറഞ്ഞു. ഭരണരംഗത്തുണ്ടായിട്ടുള്ള ഗുരുതരമായ തെറ്റുകളും പരാജയങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് തെറ്റാണോ? അത് മുന്നണിക്കകത്തുള്ളവർ ചൂണ്ടിക്കാണിച്ചാലും പുറത്തുള്ളവർ ചൂണ്ടിക്കാണിച്ചാലും തെറ്റല്ലേ? ആ തെറ്റുകളെ മറച്ചു പിടിക്കാൻ കഴിയുമോ? അപ്പോൾ ഭരിക്കുന്നൊരു പാർട്ടി എന്നുള്ള നിലയിൽ, ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ CPM ആത്മപരിശോധന നടത്തുകയാണ് വേണ്ടത്. അവരാ തെറ്റുകൾ തിരുത്താനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം ഭരണവൈകല്യങ്ങളും തെറ്റുകളും ചൂണ്ടിക്കാണിക്കുന്നവരുടെ വായടയ്ക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ അപലപനീയമാണ്. ഭൂമി കയ്യേറ്റം തടയാൻ പുതിയ നിയമം. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കും. വൻകിട എസ്റ്റേറ്റുകളുടെ അനധികൃത കയ്യേറ്റം തടയുകയാണ് ബില്ലിന്റെ പ്രധാന ലക്ഷ്യം. ബില്ലിന്റെ കരട് റവന്യൂ വകുപ്പ് തയ്യാറാക്കി തുടങ്ങി. കയ്യേറ്റങ്ങൾ തടയുക, നിലവിലെ വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക, ഇക്കാര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് പുതിയ നിയമനിർമ്മാണം. ഈ മാസം 25-ന് തുടങ്ങി ജൂൺ 8-ന് അവസാനിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ റവന്യൂ വകുപ്പ് ബില്ല് അവതരിപ്പിക്കും. ബില്ലിന്റെ കരട് തയ്യാറാക്കി തുടങ്ങി. നിയമത്തിന് ഭരണഘടനാ സാധുതയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം നിയമോപദേശം ലഭിച്ചിരുന്നു. നിയമ സെക്രട്ടറി നൽകിയ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കരട് തയ്യാറാക്കുന്നത്. നിയമം വരുന്നതോടെ കയ്യേറ്റങ്ങൾ പരിശോധിക്കാൻ ട്രിബ്യൂണൽ നിലവിൽ വരും. ഭൂമി കയ്യേറിയതായി സംശയിക്കപ്പെടുന്ന തോട്ടങ്ങൾ ട്രിബ്യൂണലിന് മുന്നിൽ രേഖകൾ ഹാജരാക്കേണ്ടി വരും. രേഖകൾ ഹാജരാക്കാത്ത ഭൂമി സർക്കാർ ഏറ്റെടുക്കും. നിയമക്കുരുക്കിൽ കുടുങ്ങി ഹാരിസൺ പ്ലാന്റേഷൻസ് ഉൾപ്പെടെയുള്ള വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തെ ട്രിബ്യൂണൽ രൂപീകരണത്തോടെ മറികടക്കാമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. BJP ദേശീയ നിർവാഹക സമിതി യോഗം ഭുവനേശ്വറിൽ പുരോഗമിക്കുന്നു. മറ്റ് പാർട്ടികളിൽ നിന്ന് നേതാക്കളെ BJPയിലേക്ക് എത്തിക്കുകയാണ് യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. കർണാടകത്തിലേതുപോലെ കേരളത്തിൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കളെ BJPയിലേക്ക് കൊണ്ടുവരികയാണ് മുഖ്യ അജണ്ടകളിൽ ഒന്ന്. BJP താരതമ്യേന ദുർബലമായ സംസ്ഥാനങ്ങളിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുകയാണ് ഭുവനേശ്വറിൽ ചേർന്ന ദേശീയ നിർവാഹക സമിതി യോഗത്തിലെ പ്രധാന അജണ്ട. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ദേശീയ അധ്യക്ഷൻ അമിത്ഷാ, മറ്റ് കേന്ദ്രമന്ത്രിമാർ, BJP ഭരിക്കുന്ന സംസ്ഥാന മുഖ്യമന്ത്രിമാർ തുടങ്ങിയവരാണ് നിർവാഹക സമിതി യോഗത്തിൽ പങ്കെടുത്തത്. കർണാടകയിൽ കോൺഗ്രസ് നേതാവ് SM കൃഷ്ണ, ഉത്തർപ്രദേശിൽ MD തിവാരി, റീത്ത ബഹുഗുണ ജോഷി തുടങ്ങിയ നേതാക്കളെ BJP പാളയത്തിലേക്ക് എത്തിച്ചതുപോലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ നേതാക്കളെ BJPയിലേക്ക് എത്തിക്കുകയാണ് പ്രധാന ചർച്ചാ വിഷയം. കേരളത്തിൽ നിന്നും കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് ചേക്കേറിയേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. എന്നാൽ ശശി തരൂർ ഉൾപ്പെടെയുള്ള 4 പ്രമുഖ നേതാക്കൾ BJPയിലേക്ക് പോകുമെന്ന വാർത്തകൾ KPCC അധ്യക്ഷൻ തള്ളിക്കളയുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ജനപിന്തുണയുള്ള കൂടുതൽ നേതാക്കളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ തുടർ നീക്കങ്ങൾ ഭുവനേശ്വറിൽ ചർച്ചയാകുന്നത്. കേരളം കൂടാതെ ഒഡീഷ, ബംഗാൾ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ തുടങ്ങിയവയിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന നീക്കങ്ങളും യോഗത്തിൽ തീരുമാനിക്കും. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം, ബീഫ് വിഷയം തുടങ്ങിയവ സജീവമാക്കി നിർത്തുന്നതിലെ തുടർ നീക്കങ്ങളും ചർച്ചയാകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. സംഘടനാ തെരഞ്ഞെടുപ്പിന് മുൻപ് KPCC സ്ഥിരം അധ്യക്ഷനെ തീരുമാനിക്കാനുള്ള ചർച്ചകൾക്കായി കൂടുതൽ കേരള നേതാക്കളെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചു. ഉമ്മൻചാണ്ടിയെ KPCC അധ്യക്ഷ പദത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം സജീവമാണ്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല I ഗ്രൂപ്പ് നിലപാട് ഹൈക്കമാൻഡിനെ അറിയിച്ചു. സംഘടനാ തെരഞ്ഞെടുപ്പിന് മുമ്പ് KPCCക്ക് സ്ഥിരം അധ്യക്ഷനെ നിയമിക്കണമെന്നാണ് ഹൈക്കമാൻഡ് തീരുമാനം. താൽക്കാലിക അധ്യക്ഷൻ MM ഹസന്റെ കീഴിൽ തെരഞ്ഞെടുപ്പ് സുഗമമായിരിക്കില്ലെന്നാണ് ഹൈക്കമാൻഡുമായി അടുത്തു നിൽക്കുന്ന MPമാരും നിലപാടറിയിച്ചത്. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ കേരള നേതാക്കളെ ഹൈക്കമാൻഡ് ദില്ലിക്ക് വിളിപ്പിച്ചത്.
ഉമ്മൻചാണ്ടിയെ KPCC അധ്യക്ഷ പദത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം സജീവമാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനം I ഗ്രൂപ്പിനായതിനാൽ അധ്യക്ഷപദം A ഗ്രൂപ്പിനെന്ന് നേതാക്കൾ ഉറപ്പിക്കുന്നു. VD സതീശനെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ ഹൈക്കമാൻഡ് താൽപ്പര്യമുണ്ടെങ്കിലും ഗ്രൂപ്പ് എതിർപ്പ് ശക്തമാണ്. PT തോമസ്, KV തോമസ് തുടങ്ങിയവരുടെ പേരുകളും സജീവ പരിഗണനയിലാണ്. ഇന്ന് പാർട്ടി ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയ രമേശ് ചെന്നിത്തല I ഗ്രൂപ്പ് നിലപാട് ഹൈക്കമാൻഡിനെ അറിയിച്ചു. സംഘടനാപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇനിയും കൂടുതൽ ചർച്ചകൾ സംഘടനാപരമായി വേണ്ടിവരും എന്ന് ആണ് എൻ്റെ വിലയിരുത്തൽ. സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നുവെങ്കിലും പിന്നീട് റദ്ദാക്കി. VM സുധീരൻ, ഉമ്മൻചാണ്ടി എന്നിവരെയും ചർച്ചകൾക്കായി അടുത്തയാഴ്ച ഹൈക്കമാൻഡ് ദില്ലിക്ക് വിളിപ്പിച്ചു. ഇതിനു പുറമെ സംഘടനാ തെരഞ്ഞെടുപ്പ് ഏതു തരത്തിൽ വേണമെന്നും ചർച്ചയാകും. ബൂത്ത് തലത്തിൽ തെരഞ്ഞെടുപ്പും മണ്ഡലം മുതൽ PCC വരെ സമവായത്തിലൂടെ ഭാരവാഹികളെ കണ്ടെത്താനുമാണ് നീക്കം. യമുനയുടെ ജൈവഘടന നഷ്ടമായെന്ന ദേശീയ ഹരിത ട്രിബ്യൂണൽ റിപ്പോർട്ടിനെ പരിഹസിച്ച ദില്ലി ജലവിഭവ മന്ത്രി കപിൽ മിശ്ര. ശ്രീ രവിശങ്കറിന്റെ ഔട്ട് ഓഫ് ലിവിംഗ് സാംസ്കാരിക പരിപാടിക്ക് വേദിയൊരുക്കാനാണ് യമുന ദിനം നികത്തിയത്. നഷ്ടം നികത്താൻ കുറഞ്ഞത് 10 വർഷമെങ്കിലും വേണ്ടിവരുമെന്നായിരുന്നു ട്രിബ്യൂണൽ റിപ്പോർട്ട്. എന്നാൽ സാംസ്കാരിക ഉത്സവത്തിന് മുൻപ് തന്നെ ജൈവഘടന നഷ്ടപ്പെട്ടതാണെന്ന് കപിൽ മിശ്ര ആരോപിച്ചു. ശ്രീ രവിശങ്കറിന്റെ ആർട്ട് ഓഫ് ലിവിംഗ് സാംസ്കാരിക പരിപാടിക്ക് വേദിയൊരുക്കാൻ യമുന നദീതീരം നിരത്തിയതോടെ ജൈവഘടന നഷ്ടപ്പെട്ടെന്നായിരുന്നു ദേശീയ ഹരിത ട്രൈബ്യൂണൽ റിപ്പോർട്ട്. ജലസമ്പന്നമായിരുന്ന നിരവധി കൃഷിയിടങ്ങൾ ഉൾപ്പെടെ മണ്ണിട്ട് നിരത്തിയായിരുന്നു ലോക സാംസ്കാരിക വേദി ഒരുങ്ങിയത്. അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള യമുന നദീതീരം നിരത്തിയതോടെ നഷ്ടങ്ങൾ നികത്താൻ കുറഞ്ഞത് 10 വർഷമെങ്കിലും വേണ്ടിവരുമെന്നും വിദഗ്ധ സമിതി കണ്ടെത്തിയിരുന്നു. എന്നാൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ റിപ്പോർട്ടിനെ പരിഹസിച്ചാണ് ദില്ലി ജലവിഭവ മന്ത്രി കപിൽ മിശ്ര രംഗത്തെത്തിയത്. സാംസ്കാരിക ഉത്സവങ്ങൾ നദീതീരത്ത് തന്നെയാണ് നടത്തേണ്ടതെന്നും ജൈവഘടന ആർട്ട് ഓഫ് ലിവിംഗ് സാംസ്കാരിക ഉത്സവത്തിന് മുൻപേ നഷ്ടപ്പെട്ടിരുന്നുവെന്നും ദില്ലി ജലവിഭവ മന്ത്രി കപിൽ മിശ്ര ആരോപിച്ചു. പരിസ്ഥിതി മന്ത്രാലയത്തിന് അനുമതി കൂടാതെയായിരുന്നു സാംസ്കാരിക ഉത്സവ വേദി ഒരുങ്ങിയത്. കേന്ദ്രമന്ത്രിമാരും ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള പ്രമുഖരും ലോക സാംസ്കാരികോത്സവ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിനെത്തിയിരുന്നു. 42 കോടി രൂപയുടെ കുറഞ്ഞ നഷ്ടമെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന NGT റിപ്പോർട്ട് അശാസ്ത്രീയമെന്നായിരുന്നു ശ്രീ രവിശങ്കർ പ്രതികരിച്ചത്. ഇതിന് പിന്നാലെയാണ് അതിവേഗം നദീതട പുനർനിർമ്മാണം നടത്തണമെന്ന NGT റിപ്പോർട്ടിനെതിരെ ദില്ലി ജലവിഭവ മന്ത്രി തന്നെ രംഗത്തെത്തിയത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കുൽഭൂഷൺ യാദവിന് നീതി ഉറപ്പിക്കുന്നതിന് വരെ പാകിസ്ഥാനുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ നിർത്തിവച്ചതായി ഇന്ത്യ. ഇരു രാജ്യങ്ങളും തമ്മിൽ സമുദ്ര സുരക്ഷയുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച നടത്താനിരുന്ന ചർച്ച ഇന്ത്യ റദ്ദാക്കി. പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർക്ക് ആതിഥ്യമരുളാൻ ആവില്ലെന്നും ഇന്ത്യ അറിയിച്ചു. ഇന്ത്യൻ ചാരനെന്നാരോപിച്ച് മുൻ നാവികസേനാ ഉദ്യോഗസ്ഥൻ കുൽഭൂഷൺ ജാദവിന് വധശിക്ഷ വിധിച്ച പാക് സൈനിക കോടതി നടപടിയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ നിലപാട് കടുപ്പിക്കുകയാണ്. കുൽഭൂഷൺ ജാദവിന് നീതി ഉറപ്പാക്കുന്നതുവരെ പാകിസ്ഥാനുമായുള്ള എല്ലാ ഉഭയകക്ഷി ചർച്ചകളും നിർത്തിവെക്കാൻ ഇന്ത്യ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി പാകിസ്ഥാൻ അധികൃതരുമായി തിങ്കളാഴ്ച നടത്താൻ നിശ്ചയിച്ചിരുന്ന സമുദ്ര സുരക്ഷയുമായി ബന്ധപ്പെട്ട ഉഭയകക്ഷി ചർച്ച ഇന്ത്യ റദ്ദാക്കി. ചർച്ചയ്ക്കായി ഇന്ത്യയിലേക്ക് വരാനിരുന്ന പാകിസ്ഥാൻ സമുദ്ര സുരക്ഷാ ഏജൻസി ഉദ്യോഗസ്ഥർക്ക് ആതിഥ്യമരുളാനാകില്ലെന്ന് ഇന്ത്യ പാകിസ്ഥാനെ അറിയിച്ചു. കുൽഭൂഷൺ ജാദവിനെ കാണാൻ തങ്ങളുടെ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് അനുമതി നൽകണമെന്ന ഇന്ത്യയുടെ ആവശ്യം തുടർച്ചയായ 14ാം തവണയും പാകിസ്ഥാൻ തള്ളിയിരുന്നു. ചാരപ്രവർത്തിക്ക് പിടിയിലായ ആളെ കാണാൻ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ അനുവദിക്കാനാകില്ലെന്നാണ് പാകിസ്ഥാൻ നിലപാട് അറിയിച്ചത്. കുൽഭൂഷൺ ജാദവിനെതിരായ വിധിക്കെതിരെ അപ്പീൽ നൽകാൻ കുറ്റപത്രത്തിന്റെ 2 പകർപ്പുകളും ജാദവിനെതിരായ വിധിയുടെ പകർപ്പും ഇന്ത്യ ആവശ്യപ്പെട്ടെങ്കിലും പാകിസ്ഥാൻ നിരാകരിച്ചു. കുൽഭൂഷൺ യാദവുമായി ബന്ധപ്പെട്ട ഒരു വിവരവും നൽകാനാകില്ലെന്നാണ് പാകിസ്ഥാൻ നിലപാട് അറിയിച്ചത്. പാകിസ്ഥാൻ പിന്തുണയോടെയുള്ള ഭീകരാക്രമണങ്ങൾക്ക് പിന്നാലെ നിർത്തിവെച്ച ഉഭയകക്ഷി ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള സാധ്യതയാണ് കുൽഭൂഷൺ യാദവ് വിഷയത്തിലൂടെ വീണ്ടും പ്രതിസന്ധിയിലായത്. മനുശങ്കർ, ദില്ലി. JNU വിദ്യാർത്ഥി നജീബ് അഹമ്മദിനെ കാണാതായിട്ട് ഇന്ന് 6 മാസം പിന്നിടുന്നു. ABVPയുടെ ആക്രമണത്തിന് പിന്നാലെയാണ് വിദ്യാർത്ഥിയെ കാണാതാകുന്നത്. 6 മാസം പിന്നിട്ടിട്ടും വിദ്യാർത്ഥിയെക്കുറിച്ച് ഒന്നും കണ്ടെത്താനായില്ല എന്നാണ് പോലീസ് ഭാഷ്യം. കഴിഞ്ഞ ഒക്ടോബർ 15-നാണ് JNU 1ാം വർഷ MSc വിദ്യാർത്ഥി നജീബ് അഹമ്മദിനെ ഹോസ്റ്റലിൽ നിന്ന് കാണാതാകുന്നത്. ABVP പ്രവർത്തകരുടെ മർദ്ദനത്തിന് ശേഷമാണ് വിദ്യാർത്ഥിയെ കാണാതായത്. എന്നാൽ തിരോധാനം നടന്ന് 6 മാസം കഴിഞ്ഞിട്ടും വിദ്യാർത്ഥിയെക്കുറിച്ച് ഒന്നും കണ്ടെത്താനായിട്ടില്ലെന്നാണ് ദില്ലി പോലീസ് നിലപാട്. രാജ്യതലസ്ഥാനത്തെ വീഥികളിൽ വിദ്യാർത്ഥി സംഘടനകളുടെ വൻ പ്രതിഷേധത്തിന് ശേഷം പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ രൂപവൽക്കരിച്ചെങ്കിലും ഒന്നും കണ്ടെത്തിയില്ല. നജീബിന്റെ മാതാവും ബന്ധുക്കളുമടക്കം നീതി തേടി തെരുവിലിറങ്ങി. അന്വേഷണം ഇഴയുന്നതിൽ ദില്ലി മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് പോലീസിനെ വിമർശിച്ചു. ഒടുവിൽ നജീബിനെ ഹോസ്റ്റലിൽ നിന്ന് ജാമ്യ നഗർ വരെ കൊണ്ടുവിട്ട ഓട്ടോക്കാരൻ, സഹപാഠികൾ ഉൾപ്പെടെയുള്ളവരെ നുണപരിശോധനയ്ക്ക് വിധേയരാക്കി. വിദ്യാർത്ഥികളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 10 ലക്ഷം പാരിതോഷികം പ്രഖ്യാപിച്ചു. 2 DCPമാർ, 12 ACPമാർ, 20 ഇൻസ്പെക്ടർമാർ, 600 പോലീസുകാർ എന്നിവരുടെ സംഘത്തെയാണ് തിരോധാനം അന്വേഷിക്കാൻ ഏർപ്പെടുത്തിയതെന്നും സർക്കാർ അറിയിച്ചു. എന്നിട്ടും ദുരൂഹത മാറിയില്ല. ദില്ലി പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിനും പിന്നീട് ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറിയിട്ടും അന്വേഷണം ഇഴയുകയാണ്.
ABVP പ്രവർത്തകരുടെ ആക്രമണത്തിന് പിന്നാലെയാണ് വിദ്യാർത്ഥിയെ കാണാതായതെന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. മനുശങ്കർ, ദില്ലി. ലോകത്തെ മുൾമുനയിൽ നിർത്തി US-ഉം ഉത്തര കൊറിയയും സൈനിക നീക്കം ശക്തമാക്കി. US മുന്നറിയിപ്പ് തള്ളി ആണവ പരീക്ഷണം നടത്താനൊരുങ്ങി ഉത്തര കൊറിയ. ക്ഷമയുടെ നയതന്ത്രം അവസാനിച്ചെന്ന US നിലപാടിന് കടുത്ത ഭാഷയിൽ ഉത്തര കൊറിയയുടെ തിരിച്ചടി. മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുന്നതിനിടെ ഏത് നിമിഷവും യുദ്ധസാധ്യതയെന്ന മുന്നറിയിപ്പുമായി ചൈനയും രംഗത്തെത്തി. അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും സമ്മർദ്ദങ്ങൾക്കിടയിലും ആണവ പരീക്ഷണങ്ങളുമായി മുന്നോട്ടു പോകാനുള്ള ഉത്തര കൊറിയയുടെ നീക്കമാണ് ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നത്. ക്ഷമയുടെ നയതന്ത്രം അവസാനിച്ചെന്നുള്ള അമേരിക്കൻ മുന്നറിയിപ്പിന് ശക്തമായ മറുപടിയാണ് ഉത്തര കൊറിയ നൽകിയത്. അമേരിക്കയെ തകർത്ത് കളയുമെന്നായിരുന്നു കിം ജോങ് ഉന്നിന്റെ ഭീഷണി. ഉത്തര കൊറിയയെ അനുനയിപ്പിക്കാൻ US ചൈനയോട് ആവശ്യപ്പെട്ടെങ്കിലും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാൻ കൊറിയ തയ്യാറായിട്ടില്ല. ഉത്തര കൊറിയൻ രാഷ്ട്രശില്പി കിം സെങ് രണ്ടാമന്റെ 105ാം ജന്മദിനത്തോടനുബന്ധിച്ച് 6ാമത് ആണവ പരീക്ഷണം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഉത്തര കൊറിയ. ഇതോടെ അമേരിക്കയും സൈനിക നീക്കം ശക്തമാക്കി. സൈന്യത്തിന്റെ കപ്പൽ വ്യൂഹവും മറ്റും ഉത്തര കൊറിയയെ ലക്ഷ്യമാക്കി തമ്പടിച്ചു കഴിഞ്ഞു. പ്രധാന നഗരങ്ങളിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് ഉത്തര കൊറിയയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടിയന്തര ഘട്ടങ്ങളെ നേരിടാൻ ഇരുപക്ഷവും തയ്യാറെടുത്തു കഴിഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ. ഉത്തര കൊറിയയുടെ സഖ്യകക്ഷിയായ ചൈനയും സൈനികരെ സജ്ജമാക്കി കഴിഞ്ഞു. ഭീഷണിയുള്ള രാജ്യങ്ങൾക്ക് നേരെ സൈനിക നടപടി ശക്തമാക്കുമെന്ന പ്രഖ്യാപനത്തിൽ ട്രംപ് ഉറച്ചു നിൽക്കുന്നതും ഉത്തര കൊറിയയുടെ പ്രകോപനവും ലോകത്തെ മുൾമുനയിൽ നിർത്തുകയാണ്. എന്നാൽ എന്തു വില കൊടുത്തും രംഗം ശാന്തമാക്കാനുള്ള ശ്രമത്തിലാണ് ലോകരാഷ്ട്രങ്ങൾ. വേനൽ കടുത്തതോടെ തൃശൂർ മെഡിക്കൽ കോളേജിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമായി. പുതിയ പദ്ധതികൾ പ്രകാരം കുളങ്ങൾ നിർമ്മിച്ചെങ്കിലും വേണ്ടത്ര വെള്ളം ലഭിക്കാത്ത സ്ഥിതിയാണുള്ളത്. ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും വെള്ളം കിട്ടാതായതോടെ രോഗികളുടെ ദുരിതം ഇരട്ടിയായി. തൃശൂർ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ പതിവുള്ള കുടിവെള്ളം മുടങ്ങലിന് പരിഹാരം കണ്ടെത്താൻ പുതിയ പദ്ധതികൾ രൂപീകരിച്ച കുളങ്ങൾ നിർമ്മിച്ചിരുന്നു. എന്നാൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കുളത്തിൽ വെള്ളം എത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. പരമ്പരാഗതമായി വെള്ളമെടുത്തിരുന്ന പല കുളങ്ങളും നാളുകൾക്ക് മുമ്പേ വറ്റി വരണ്ടിരുന്നു. വേനൽ കടുത്തതോടെ ശുദ്ധജലം പേരിന് പോലും കിട്ടാതെയായി. ഇല്ല, ഇവിടെ വെള്ളം കിട്ടുന്നില്ല. വളരെ ക്ഷാമമാണ്. രോഗികളെല്ലാം തോട്ടിൽ പോയിട്ടാണ് കുളിച്ചോണ്ടിരിക്കുന്നു. ഇക്കൊല്ലം ചൂട് കനത്തതാണ് ജലലഭ്യതയിൽ കുറവ് വരുത്തിയത്. ആശുപത്രിയിൽ കുടിവെള്ളം പോലും ലഭ്യമാകാത്ത സ്ഥിതിയാണുള്ളത്. ഞങ്ങൾ ഓട്ടക്കാരെ കൂടി മംഗലിയിൽ വെള്ളക്കുട വന്നിട്ട് രോഗികൾക്ക് കൊടുത്തിരുന്നു. ഇപ്രാവശ്യം അതിനൊരു വെള്ളമില്ല വെക്കാനായിട്ട്. പ്രസവ വാർഡുകളിലും ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികളും വെള്ളം കിട്ടാതെ വലയുകയാണ്. ശുദ്ധജലമില്ലാത്തതിനാൽ അണുബാധ ഭീഷണിയും ഉയർന്നിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ.